നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM-ൽ പിണറായിക്കെതിരെ എന്തെങ്കിലും പറയാൻ മടിയുണ്ടായിരുന്നവരൊക്കെ തല പൊക്കി തുടങ്ങി. ഈ മാറ്റം പിണറായിയുടെ കസേര തെറിപ്പിക്കുമോ അതോ മര്യാദരാമനാക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തോൽവികൾ CPM-ന് പുതിയ കാര്യമല്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. മുന്നണിയിലും പാർട്ടിയിലും പിണറായിക്കെതിരെ കാറ്റ് ആഞ്ഞടിക്കുകയാണ്. കാറ്റത്തെല്ലാം തകർന്നു വീഴുമോ എന്ന കാലാവസ്ഥ പ്രവചനം പോലെ മുൻകൂട്ടി അറിയിക്കാനാകില്ല. CPM-CPI സംസ്ഥാന സെക്രട്ടറിമാരായ MV ഗോവിന്ദനും ബിനോയ് വിശ്വവും മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതങ്ങനെ പതിവുള്ള കാര്യമല്ല. പിണറായി തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയും മുന്നണിയും മൂക്കുകുത്തി വീഴുകയും പിന്നെ നടുനിവർത്തി എണീക്കാൻ പോലും വയ്യാതെ ബംഗാളിലെ പോലെ ചുരുണ്ട് കിടക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പിൽ നല്ല പോലെ തോറ്റിട്ട് ജയിച്ചു എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്നത് ഗോവിന്ദൻ മാഷ് കൊട്ടിയത് പിണറായി ഉദ്ദേശം മാത്രമാണ്. 2004-ൽ UDF പരാജയപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി മാറിയില്ലല്ലോ, പിന്നെ എന്തിനാണ് താൻ മാറുന്നതെന്നാണ് പിണറായി ചോദിക്കുന്നത്. നരേന്ദ്രമോദിയെ ഭയന്നാണ് ജനം കോൺഗ്രസിന് വോട്ട് ചെയ്തതെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നിരത്തിയ ന്യായീകരണം CPM കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ദഹിച്ചിട്ടില്ല. പിണറായിയെ തള്ളാനും കൊള്ളാനും പറ്റാത്ത സ്ഥിതിയിലാണ് പാർട്ടി. തിരുത്തൽ വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എന്ത് തിരുത്തലാണെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. പരാജയത്തിന്റെ പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടുകളും സർക്കാരിന്റെ പിടിപ്പുകേടുമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അതിന് തിരുത്തൽ വരുത്താൻ എന്തിനാണ് ഇത്ര ചർച്ച? പാർട്ടി വോട്ട് ചോർന്നത് ഗൗരവമായി കണക്കാക്കണം. G. സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, P. ജയരാജൻ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ എന്നിവർ പരോക്ഷമായി പിണറായി സർക്കാരിനെതിരെ രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ്. G. സുധാകരൻ രണ്ടാം പിണറായി സർക്കാരിനെ താഴ്ത്തിക്കെട്ടാനും മറന്നില്ല. പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും ഇവർക്ക് മാധ്യമങ്ങളിൽ വലിയ സ്വാധീനമാണെന്നും സുധാകരൻ തുറന്നടിച്ചു. CPM-ൽ ഇത്തരക്കാരുടെ കടന്നുവരവ് കൂടുതലാണ്. പരസ്യ പ്രതികരണം നടത്തിയ നേതാക്കളെല്ലാം സംസ്ഥാന കമ്മിറ്റിയിൽ എന്ത് പറയുമെന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. ഒരു കാലത്ത് പിണറായിയുടെ വിശ്വസ്തനായിരുന്നവരാണ് ഇപ്പോൾ വാളോങ്ങിയിരിക്കുന്നത്. CPM-ൽ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഉരുത്തിരിഞ്ഞതിന്റെ സൂചനയാണിത്. നാം എല്ലാം തികഞ്ഞവരാണെന്ന് കരുതരുതെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്നടിച്ചത്. അത് മുഖ്യമന്ത്രിയെ കൂടി ഉദ്ദേശിച്ചാണെന്ന് വ്യക്തമാണ്. CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗങ്ങളിലെല്ലാം പിണറായി വിജയനെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ്. പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. അംഗങ്ങൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് മാധ്യമ വാർത്തയായതോടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണനെ പത്രക്കുറിപ്പ് ഇറക്കേണ്ടി വന്നു. ന്യൂനപക്ഷ പ്രകടനമാണ് പിണറായിക്കും CPM-നുമെതിരെ സമുദായ നേതാക്കൾ അടക്കം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളിലൊന്ന്. എന്നാൽ ന്യൂനപക്ഷങ്ങൾ ഇത്തവണ ഇടതുപക്ഷത്തിനൊപ്പം നിന്നില്ല എന്നതും തിരിച്ചടിയായി. ദളിതരും ഈഴവരും മറുകണ്ഠം ചാടി. തൃശൂരിൽ ക്രൈസ്തവർ BJP-ക്ക് വോട്ട് ചെയ്തു. സഭകളോട് സർക്കാരും CPM-ഉം കാണിച്ച കടുത്ത അവഗണനയ്ക്കുള്ള മറുപടിയായി വേണം ഇതിനെ വിലയിരുത്താൻ. സഭ എക്കാലവും അധികാരത്തിനൊപ്പമേ നിന്നിട്ടുള്ളെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും പെട്ടെന്ന് ഇത്തരത്തിലുള്ള മാറ്റം ആരും പ്രതീക്ഷിച്ചില്ല. ഇരുമുന്നണികളെയും ജയിച്ച BJP-യെ സഭ ഞെട്ടിച്ചു കളഞ്ഞു. റബ്ബറിന്റെ താങ്ങുവില 200 രൂപയാക്കുമെന്ന് പറഞ്ഞാണ് 2016-ൽ LDF തെരഞ്ഞെടുപ്പ് പത്രികയിൽ വാഗ്ദാനം നൽകിയത്. അത് പാലിക്കാത്തതിലുള്ള അമർഷം സഭകൾക്കിടയിൽ ശക്തമാണ്. തങ്ങൾക്കൊപ്പം നിന്നാൽ BJP-ക്കും ഒരു MP തരാമെന്ന് താമരശ്ശേരി ബിഷപ്പിന്റെ പ്രഖ്യാപനം തൃശൂരിൽ അതേപടി നടപ്പായി. അന്ന് ബിഷപ്പിനെ പുച്ഛിച്ച് തള്ളിയവരാണ് പിണറായിയും സംഘവും. 2019-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് സംഭവിച്ചതെങ്കിലും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുമായി LDF തിരിച്ചു വന്നെന്ന പിണറായിയുടെ ക്യാപ്സ്യൂളിന് നയാ പൈസയുടെ വിലയില്ല. കോവിഡ് മഹാമാരിയുടെ പ്രത്യേക സാഹചര്യത്തിൽ ജനം ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുകയായിരുന്നു. അന്ന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും മോശമായിരുന്നില്ല. നിലവിലെ അവസ്ഥ അങ്ങനെയല്ല. ഇതുപോലെ നാറിയൊരു ഭരണം മുൻപുണ്ടായിട്ടില്ല. വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി, സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങളുടെ അഭാവം, ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കാലതാമസം, ലോക കേരള സഭയും നവകേരള സദസ്സും പോലുള്ള ദൂർത്തുകൾ, സംഭരിച്ച നെല്ല് അരിയാക്കി ഇരട്ടി വിലയ്ക്ക് വിറ്റിട്ടും കർഷകർക്ക് പണം കൊടുക്കാതിരിക്കുക തുടങ്ങി നിരവധി വീഴ്ചകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വിമർശനങ്ങൾ ഉയരുമ്പോഴും അതിനെയെല്ലാം ശത്രുതാ മനോഭാവത്തോടെ മാത്രമാണ് കണ്ടത്. ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ ഭാര്യയും CPI സംസ്ഥാന കൗൺസിൽ അംഗവുമായ ലതിക മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. സപ്ലൈകോയിലെ കുടിശ്ശിക പണം ആവശ്യപ്പെട്ട് മന്ത്രി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കൈ കഴിച്ചു എന്നായിരുന്നു വിമർശനം. പാർട്ടി എന്ത് ചെയ്താലും അന്തവിട്ട ന്യായീകരണം നടത്തിയിരുന്ന പോരാളി ഷാജി വരെ കലിപ്പിലായി. അതോടെ ശുംഭൻ ജയരാജൻ ഷാജിക്കെതിരെ കൊടുവാൾ എടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ വിമർശനത്തിൽ കഴമ്പുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. CPM-ന്റെ വിപ്ലവ മണ്ണായ ആലപ്പുഴയിലും പുന്നപ്രയിലും വയലാറിലും ഇത്തവണ വോട്ട് ചോർന്നു. മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ 1 ലക്ഷത്തോളം കൂടുതൽ വോട്ടാണ് പിടിച്ചെടുത്തത്. പല പഞ്ചായത്തുകളിലും BJP ഒന്നാമതെത്തി. നേതൃത്വം ഇതിന് മറുപടി പറയണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉജ്ജ്വലമാകുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യം എന്താകും? CPM നേതാക്കളെയും മക്കളെയും മാത്രം തറവാട്ട് സ്വത്തല്ല. ഈ പാർട്ടി നിലനിൽക്കണമെന്നത് ആഗ്രഹിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. നേതൃത്വത്തിന് വഴിതെറ്റുമ്പോൾ അവർ വടിയെടുക്കും. അതിനെതിരെ കുറുവടി എടുത്തിട്ട് കാര്യമില്ല. എവിടെയാണ് പിഴച്ചതെന്ന് കണ്ടെത്തി വേണ്ട തിരുത്തലുകൾ വരുത്തണം. ന്യായീകരണങ്ങൾ ദയവായി നിരത്തരുത്. അത് കേൾക്കും തോറും ജനം കൂടുതൽ കുപിതരാകും. ജനവികാരം മനസ്സിലാക്കുകയും അതിനൊത്തു പ്രവർത്തിക്കുകയും
ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പ്രാഥമിക കടന. പലപ്പോഴായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് കഴിയുന്നില്ല. പല കാര്യങ്ങളും വിവാദമാവുകയും ചെയ്തു. ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ പുതിയ ലിഫ്റ്റ് സ്ഥാപിച്ചു. കാലിത്തൊഴുത്തും നീന്തൽക്കുളവും നവീകരിച്ചു. ഇതൊക്കെ പൊതുമരാമത്ത് വകുപ്പാണ് ചെയ്യുന്നതെങ്കിലും പഴി മുഖ്യമന്ത്രിക്കായി. അനാവശ്യ പദ്ധതികളും പരിപാടികളും നടത്തിയതുകൊണ്ടാണ് കാലിത്തൊഴുത്തും ലിഫ്റ്റും ചർച്ചയായത്. ജനഹിതം അറിഞ്ഞ് മുഖ്യമന്ത്രി പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണമെന്നാണ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. അതിന് പാർട്ടി എന്ത് നിലപാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്? മുഖ്യമന്ത്രിയെ മാറ്റുമോ അതോ അദ്ദേഹം മാറുമോ? മാറാനുള്ള സാധ്യത കാണുന്നില്ല. മാറ്റാൻ ആര് തയ്യാറാകും? പൂച്ചയ്ക്കാര് മണികെട്ടും?